1999 അത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്. അയ്യപ്പ ഗാനമാണ്. ജോണി സാഗരിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഞാൻ അതുവരെ ജയേട്ടനെ കണ്ടിട്ടില്ല. ഇങ്ങനെ വല്ലാതെ എൻ്റെ അച്ഛൻ ഒരുപാട് അന്ധമായിട്ട് ഇങ്ങനെ ആരാധിച്ചിട്ട് യേശുദാസിൻ്റെ പാട്ടിനേക്കാൾ കൂടുതൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോഴത്തേക്ക് അച്ഛന് വല്ലാതെ സന്തോഷിച്ച ദിവസം. കാര്യം ജയേട്ടനെ കാണാൻ പോകണല്ലോ ഞാൻ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുകളിലേക്ക് ഈ റിയാൻ സ്റ്റുഡിയോയുടെ താഴെ തന്നെ ഒരു ദോശക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദോശ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ദോശ കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പാട്ടെഴുത്തുകാരനാണ്, എൻ്റെ 10 പാട്ടാണ് ഇന്നും നാളെയായിട്ട് പാടുന്നതെന്ന് അറിയാൻ പാടില്ലാതെ തന്നെ ഇദ്ദേഹം ഏത് തരത്തിലുള്ള ദോശ എങ്ങനെ അത് നമ്മൾ പിന്നെ വലിയ ദോശയാണോ അത് ചെറിയ ദോശ, ഈ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടോ അറ്റം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ റെക്കോർഡിസ്റ്റ് ഫ്രാൻസിസ് സാർ എന്നോട് പറഞ്ഞു, അല്ല നിങ്ങൾ ഒന്നും പരിചയമില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ വലിയ കൂട്ടാണല്ലേ എന്ന് പറഞ്ഞു. എന്നോട് ഇത് തന്നെ സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിൽക്ക് കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അതാണ് ദോശയിലൂടെയാണ് ബന്ധം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് സംസാരിച്ചു. ഇങ്ങനെ പാട്ടൊക്കെ പാടി ഫോട്ടോ എടുത്തു. മ്യൂസിക് അത് ഉദയൻ ചേട്ടൻ. പക്ഷെ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ വെച്ചല്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി. പിന്നെ ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട്. അപ്പോൾ ഈ ഓണപ്പാട്ടിന് ഒരുപാട് ഇതുണ്ടല്ലോ, പലതരം വകഭേദങ്ങളുണ്ട്. പ്രണയം, ഒരു ദുഃഖഗാനം, ഓണപ്രണയം, ഓണദുഃഖം, അതെ, ഒരു വള്ളപ്പാട്ട്, അങ്ങനെ ഓരോ പാട്ട്. അപ്പോൾ അതിലൊരു ദുഃഖഗാനം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ അപ്പം തോന്നി ഇങ്ങനെ, പതിരുള്ള നാഴൂരി നെല്ലുമായി എൻ്റെ അമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നുടെ ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം, ഓണനിലാവ് പോൽ ദീപ്തം. അപ്പം ഇതിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ എഴുതിയിട്ട് ആദ്യം ചേച്ചി പാടി, ചിത്ര ചേച്ചി പാടി. പിറ്റേ ദിവസം രാവിലെ വരുവാണ്. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന രഘുകുമാർ സാറിൻ്റെ പാട്ടുകളോ അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായമാണ് എൻ്റെ. ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു, ഞാൻ അടുത്തിരിക്കുന്നു. വന്നു ആരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. ഈ പാട്ട് കേട്ടു ഉടനെ കരച്ചിൽ തുടങ്ങി. സങ്കടപ്പെടുന്നു, ഷോ ഷോ ഓ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഇതാരെഴുതി എന്ന് ചോദിച്ചു. ഇത് കണ്ണദാസം പോലെ എഴുതൂലെന്ന് പറഞ്ഞു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പാണ്, അൾട്ടിമേറ്റ് ആണ്. അതിനപ്പുറത്ത് ഏറ്റവും താഴെ അല്ലെങ്കിൽ കൊള്ളാം നാളെ അതില്ല.